നമ്മുടെ CBSE ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ മക്കളുടെ ഒരു സംശയമാണ് നമ്മുടെ ഈ CBSEയിലുള്ള ഈ ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള NCERT ബുക്സ് നമ്മൾ എങ്ങനെയാണ് NCERT ടെക്സ്റ്റ് ബുക്സ് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യാം. കാരണം നമുക്കറിയാം ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കോൺസെപ്റ്റും അടിപൊളിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് വായിച്ചെന്ന തലയിൽ കയറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് NCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കുക എന്നുള്ളത് എല്ലാവരുടെ ഒരു കൺഫ്യൂഷനാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല മാർക്ക് വാങ്ങണം, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ NCERT ടെക്സ്റ്റ് ബുക്സ് അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി. പക്ഷെ ഇത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് വായിച്ചെടുക്കണം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പൊ ഇതെങ്ങനെയാണ് മക്കളെ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാം? ഒന്ന് നോക്കിയാലോ. അതിനായിട്ട് മക്കൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും നമ്മൾ വായിക്കുന്ന സമയത്തായിക്കോട്ടെ മുന്നേ തന്നെ വായിച്ചു പോകുന്നൊരു ശീലം പലരും ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് നാളെയാണ് മാത്സ് ക്ലാസ്, നാളെ നമ്മുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന്റെ തലേന്ന് തന്നെ അതിലത്തെ ഫുള്ളായിട്ട് ആ ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന കുറെ മക്കളുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ എടുക്കുന്ന സമയത്ത് തന്നെ ആൻസേഴ്സ് ഒക്കെ പറയാൻ പറ്റുന്നുണ്ടാവായിരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് തറവായിട്ട് പഠിക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊരു കാര്യം നിങ്ങൾ വായിക്കുമ്പോഴും ആദ്യം നമ്മൾ ലെക്ചർ ഫുള്ളായിട്ട് കേൾക്കാം. ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് അതിന്റെ ലെക്ചർ കേൾക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ അതിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിക്കാം. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ആണ് അതിൽ കീ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ കിട്ടും. അതല്ലാതെ നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് ഏതാണ് അൺഇമ്പോർട്ടന്റ് ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഒരു ലെക്ചറൊക്കെ കഴിഞ്ഞ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഏത് കാര്യമായിരുന്നു സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഏതായിരുന്നു ടീച്ചർ പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മക്കളെ രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ പേജ് വായിച്ചു കഴിയുമ്പോൾ ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണോ കിട്ടുന്നത് അതെല്ലാം ആ പേജിന്റെ ഒരു സൈഡിൽ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹാക്കാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാനുള്ളത്. ഏതൊരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും ആ ഒരു കോൺസെപ്റ്റ് വായിച്ചിട്ടുള്ള അത്രയും ഭാഗം ഒരു പേജ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലും ആ പേജിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് കുഞ്ഞിതായിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ പഠിക്കുമ്പോൾ തോന്നും ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് വരാനായിട്ട് സാധ്യതയുണ്ട്, ഇത് എക്സാമിന് എന്തായാലും വരും എന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ആ പേജിന്റെ സൈഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹാക്കാണ് WWH ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ WWH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്, വൈ, ഹൗ. അതായത് നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അത് ഞാൻ എന്താ പഠിച്ചത്, എന്തെങ്കിലും ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് പഠിച്ചത്, എന്താണ് ആ പ്രോസസ്സ് നമ്മൾ റിവൈൻഡ് ചെയ്യാം. ദെൻ വൈ, എന്തിനാണ് ഞാൻ ആ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചത്, എന്താണ് ആ പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ്. ദെൻ ഹൗ, എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ മാത്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ മാത്സിലെ റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്താണ്, വാട്ട് ഈസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ദെൻ വൈ, എന്തിനാണ് നമ്മൾ ആ ഒരു തിയറം പഠിച്ചത്. നമുക്കറിയാം ഫാക്ടറൈസേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹൗ, ഇനി എങ്ങനെയാണ് ആ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ള ആൻസർ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് തറവായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ നിന്ന് വായിച്ചുള്ള കാര്യം നിങ്ങൾക്ക് തറവായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്സ് അടിപൊളിയായിട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NCERT ബേസിൽ വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്സ് മാത്രം വായിക്കാതെ റെഫറൻസ് ബുക്കുകളും കൂടി വായിക്കാം. ഈ റെഫറൻസ് ബുക്കുകൾ ഒരിക്കലും നിങ്ങൾ അതിൽ നിന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ അധികം പഠിക്കാനായിട്ട് നിൽക്കരുത്. കാരണം ഓൾറെഡി നമ്മൾ ഒരു കോൺസെപ്റ്റ് ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ റെഫറൻസ് ബുക്സ് എപ്പോഴും പ്രാക്ടീസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന എല്ലാ റെഫറൻസുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതെല്ലാം പ്രാക്ടീസ് പർപ്പസിന് മാത്രമായിരിക്കണം. അല്ലാതെ ഇവിടെ നിന്നുള്ള കൺസെപ്റ്റും ആ ബുക്കിൽ നിന്നുള്ള കൺസെപ്റ്റും അങ്ങനെ എല്ലാ കൺസെപ്റ്റും കൂടി ലാസ്റ്റ് മിക്സപ്പ് ആയിട്ട് ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോളോ ചെയ്ത് നിങ്ങൾ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ തരവാക്കി പഠിക്കുക. ദെൻ പ്രാക്ടീസിന് വേണ്ടി മാത്രം അടുത്ത റെഫറൻസ് ബുക്കുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്സ് പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന ബോർഡ് എക്സാംസിന് അടിപൊളി മാർക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും.